യേശുവിൽ പ്രിയപ്പെട്ടവരെ, അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളിലേക്ക് നമ്മൾ വീണ്ടും പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ധ്യാന ശുശ്രൂഷ എല്ലാ ആഴ്ചയും നടക്കുന്ന ഞായറാഴ്ച മുതലുള്ള ഈ ശുശ്രൂഷ, ഇതിലൂടെ അനുഗ്രഹങ്ങൾ അനവധിയായി വർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. പ്രാർത്ഥനയുടെ ദിനങ്ങളാണ്, അനുഗ്രഹത്തിൻ്റെ ദിനങ്ങളാണ്. ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഡിവൈൻ ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈശോയുടെ സ്നേഹത്തിൽ വളരാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും നമ്മുടെ ജീവിതത്തിൽ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, അത് ദൈവപദ്ധതിയുടെ ഭാഗമാണ് എന്ന് കരുതി നാം ചെയ്യാനായിട്ട് പരിശ്രമിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വചനത്തിൽ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ 14-ാം തിരുവചനം, ഫിലിപ്പി 2:14 നാം കാണുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ. അങ്ങനെ നിങ്ങൾ നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാവട്ടെ. അവരുടെ മധ്യത്തിൽ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. അതായത് വെളിച്ചമായി തീരാനും കുറ്റമറ്റവരായി തീരാനുമാണ് ഈശോ നമ്മെ വിളിച്ചിരിക്കുന്നത്. ആ ഒരു ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാം. എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ദൈവമഹത്വത്തിനായി ചെയ്യുന്നവരായി ജീവിക്കുവാൻ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ ആഴ്ച നടക്കുന്ന ഈ ശുശ്രൂഷയിലൂടെ ഈശോ എല്ലാവരെയും ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അടുത്ത ആഴ്ച നടക്കുന്ന ധ്യാനത്തിലേക്ക് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേരാം. വീണ്ടും ഒരുമിക്കുന്നത് വരെ കർത്താവിൻ്റെ അനുഗ്രഹം നമ്മോടൊത്തുണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ ഷെയറിങ്ങിൻ്റെ പ്രാധാന്യം, ഇവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഒരു സ്ത്രീയെ അവളെ മനസ്സിലാക്കുന്ന വ്യക്തിയോട് അവൾ പങ്കുവെച്ച് കഴിയുമ്പോൾ നോക്കിക്കോ, അവൾ ആദ്യം എടുത്ത നിലപാടിൽ നിന്നെല്ലാം മാറും. ശരിയായ തീരുമാനമെടുക്കാനായിട്ട് അവൾക്ക് കഴിയും. ഷെയറിങ്ങിലൂടെയാണ് ഒരു സ്ത്രീക്ക് ശരിയായ തീരുമാനമെടുക്കാനുള്ള കൃപ കിട്ടുന്നത്. അപ്പം നമ്മൾ ആരും തീരുമാനം അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല. അവളെ കേൾക്കാൻ മനസ്സ് കാണിച്ചാൽ അവൾ ഷെയർ ചെയ്യുന്തോറും നോക്കിക്കോ, അവൾ ആദ്യം എടുത്ത നിലപാടിൽ നിന്നൊക്കെ അവർ മാറി ശരിയായ തീരുമാനത്തിലേക്ക് അവൾ കടന്നു വരും. ഭാര്യയെ കേൾക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെയും, ഈ പുരുഷന്മാരുടെ തല പെട്ടെന്ന് സൊല്യൂഷൻ കൊടുക്കുന്ന ഒരു തലയാണ്. ഭാര്യ ഒരു പ്രോബ്ലം പറഞ്ഞു, ഉടനെ തന്നെ ഭർത്താവ് സൊല്യൂഷൻ പറയും. ഹല്ലേലൂയ. ഈ ഭർത്താവ് സൊല്യൂഷൻ പറയുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, ഭാര്യ നീ പറയുന്ന സൊല്യൂഷൻ മുഴുവനൊന്നും കേൾക്കാൻ അവൾ തയ്യാറാകുകയില്ല. നീ സൊല്യൂഷൻ പറഞ്ഞ് തീരുന്നതിന് മുമ്പ് തന്നെ അവൾ അടുത്ത പ്രോബ്ലം അങ്ങ് പറയും. ഹല്ലേലൂയ. ആ പ്രോബ്ലത്തിനും നീ സൊല്യൂഷൻ പറഞ്ഞു കഴിഞ്ഞാലോ ഉടനെ തന്നെ അവൾ ഒരു സൊല്യൂഷൻ ഇല്ലാത്ത പ്രോബ്ലം അങ്ങ് തട്ടും, ദേ കിടക്കുന്നു. പിന്നെ നിനക്ക് മിണ്ടാൻ പറ്റിയല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. പല പുരുഷന്മാരുടെയും മനസ്സിൽ കിടക്കുന്ന ധാരണ, ഭാര്യ പറയുന്ന പ്രോബ്ലത്തിനൊക്കെ സൊല്യൂഷൻ കൊടുക്കണമെന്നാണ് അവർ വിചാരിച്ചു വച്ചിരിക്കുന്നത്.
ഭാര്യ പ്രോബ്ലവും പറഞ്ഞിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങും. ചില ശുദ്ധരായ ഭർത്താക്കന്മാർ രാത്രിയിൽ ഉറക്കം വിളച്ചിരുന്ന് ഞാനെന്ത് സൊല്യൂഷൻ കൊടുക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ച് പല രാത്രികൾ ഉറക്കം കളഞ്ഞ് ചില ശുദ്ധരായ ഭർത്താക്കന്മാർ അവസാനം മെൻ്റൽ ഹോസ്പിറ്റൽ വരെ അഡ്മിറ്റായിട്ടുണ്ട്. ഹല്ലേലൂയ. നീ സൊല്യൂഷനൊന്നും പറയാൻ പോകണ്ട. നീ അവളെ കേൾക്കാൻ മനസ്സ് കാണിച്ചാൽ മതി. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അമേരിക്കയിൽ 37 പ്രാവശ്യം ധ്യാനിപ്പിക്കാൻ പോയിട്ടുണ്ട്. ഇത് ഈ കഴിഞ്ഞ ആഴ്ച പോയിട്ട് തിരിച്ചു വന്നതേ ഉള്ളൂ. 37ാമത്തെ പ്രാവശ്യം പോയത്. അവിടെ വെച്ച് ഒരു അച്ഛനെ കണ്ടുമുട്ടി, മലയാളി അച്ഛൻ. ഞാൻ അതിനു മുമ്പ് കണ്ടുമുട്ടിയിട്ടില്ല, ഓർമ്മയില്ല. വിൻസെൻഷൻ അച്ഛനാ. അച്ഛൻ പറഞ്ഞു, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മലബാറിൽ ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു. ആ കൺവെൻഷനിൽ 60,000 പേര് സംബന്ധിച്ച കൺവെൻഷനായിരുന്നു. ആ കൺവെൻഷനിൽ ജനങ്ങൾ പ്രാർത്ഥിക്കുന്നതും സ്തുതിക്കുന്നതും ഒരു പരിശുദ്ധാത്മാവുകൊണ്ട് നിറയുന്നതെല്ലാം ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി ഈ വിൻസെൻഷൻ സഭയിൽ തന്നെ അച്ഛനാകണമെന്ന്. പക്ഷേ പിന്നെ അങ്ങനെയുള്ള അച്ഛന്മാരെ കണ്ടുമുട്ടാനൊന്നും പറ്റിയിട്ടില്ല. ഏതായാലും ഞാൻ സെമിനാരി ചേർന്നു. 9 കൊല്ലം 10 കൊല്ലം പഠിച്ച അച്ഛനായി എന്നെ അമേരിക്കയ്ക്ക് വിട്ടു. അമേരിക്കയിൽ വെച്ചാണ് ഞാനും അച്ഛനോട് കണ്ടുമുട്ടുന്നത്. ഞങ്ങൾ നടത്തിയ കൺവെൻഷനിൽ കുട്ടിക്കാലത്ത് ധ്യാനം കൂടിയ ആളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലുണ്ടായിരുന്ന ഒരച്ഛൻ ഇപ്പം പോട്ടയിലേക്ക് മാറിപ്പോയിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞു, 90,000 പേര് സംബന്ധിച്ച കുടിയാമല കൺവെൻഷനിൽ സ്കൂൾ വിദ്യാർത്ഥി ആയപ്പോൾ ഞാൻ സംബന്ധിച്ചതാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ 90,000 പേരെയും ഒക്കെ എങ്ങനെയാ ദൈവം ഒന്നിച്ചു കൂട്ടുന്നത്? ആരെങ്കിലും ധ്യാനം ഒന്ന് ബുക്ക് ചെയ്യും, അത്യാവശ്യം പരസ്യം കൊടുക്കും, പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് വീശും, അവർ ധ്യാനത്തിലേക്ക് വന്നു ചേരും. ഹല്ലേലൂയ. ഞങ്ങൾ ഈ കഴിഞ്ഞ കൊല്ലം ആദ്യമായിട്ട് തമിഴ്നാട്ടിൽ പോയി ആ സംസ്ഥാനത്തിൽ ചെന്നപ്പോൾ ആദ്യമായിട്ടാണ് തമിഴ് കൺവെൻഷൻ അവിടെ പോകുന്നത്. 2,000 പേരുള്ള കൺവെൻഷനാണ്. അപ്പോൾ ഒരു ചേട്ടൻ വന്ന് പറഞ്ഞു, 3 ലക്ഷം പേര് സംബന്ധിച്ച കുറുവലങ്ങാട് കൺവെൻഷനിൽ ഞാൻ സംബന്ധിച്ചതാണ്. അന്ന് കുടുവലങ്ങാട് കൺവെൻഷനിലേക്ക് ഞാൻ നടന്നു കയറുന്നത് ഓരോ കയ്യിലും ഓരോ കുപ്പി പിടിച്ചാണ്, 2 കയ്യിലും ഓരോ കുപ്പി. അപ്പോൾ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, മാത്തുക്കുട്ടിയെ കർത്താവ് തൊടുന്നോ. കറണ്ട് അടിക്കുന്നത് പോലെ അനുഭവം. 2 കുപ്പിയും കയ്യും താഴെ പോയി. ചാരായ കുപ്പിയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ല, പിന്നെ ഇതുവരെ മദ്യം തൊട്ടിട്ടില്ല. ഹല്ലേലൂയ. എൻ്റെ പേര് ജേക്കബ്, എൻ്റെ ഭാര്യയുടെ പേര് കുസുമം. ഞങ്ങൾ ഈ ധ്യാനത്തിൽ ഒരാഴ്ചത്തെ ധ്യാനത്തിന് വന്നു. വളരെ നല്ലതായിരുന്നു. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. പ്രത്യേകിച്ച് പനക്കലച്ചൻ്റെ കുടുംബ ബന്ധങ്ങളെ പറ്റിയുള്ള ടോക്ക് വളരെ നന്നായിരുന്നു. ഒരുപാട് അറിവുകൾ ഞങ്ങൾക്ക് അതിനകത്തു നിന്ന് കിട്ടി. എൻ്റെ പേര് കുസുമം. ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് ധ്യാനത്തിന് വരാനായിട്ട്. പക്ഷേ ദൈവം അത് നടത്തി തന്നു. വളരെ അനുഗ്രഹപ്രദമായ ഒരു ധ്യാനമായിരുന്നു. കർത്താവിൻ്റെ വചനത്തിൽ നമ്മളിങ്ങനെ വായിച്ചത്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരും നമ്മളെ വേർപെടുത്താൻ പറ്റും? ഈ ലോകത്തിലുള്ള ശക്തിക്കോ ഉയരത്തിനോ ആഴത്തിനോ ഒന്നിനും
യേശുക്രിസ്തുവിലൂടെ ഞാൻ അനുഭവിച്ച പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഒന്നിനും അകറ്റാനായിട്ട് സാധിക്കുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ ഉറപ്പൊരു ബോധ്യമായി എൻ്റെ ഉള്ളിൽ നിറഞ്ഞാൽ മാത്രമേ എൻ്റെ ദുഃഖം വിട്ടുമാറുള്ളൂ, വേദന വിട്ടുമാറുള്ളൂ, നിരാശ വിട്ടുമാറുള്ളൂ, ആകുലത വിട്ടുമാറുള്ളൂ, അസ്വസ്ഥ വിട്ടുമാറുള്ളൂ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ബോധ്യം കിട്ടണം. നമ്മുടെ മനസ്സിനെ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിറച്ചതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിനാണ് എൻ്റെ മനസ്സിനെ പൂർണ്ണമായിട്ടും നിറയ്ക്കാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു ഭർത്താവ് ഭാര്യയെ വേണ്ട രീതിയിൽ സ്നേഹിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല, പ്രോത്സാഹിക്കുന്നില്ല, അഭിനന്ദിക്കുന്നില്ല. കുറച്ചൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം ഇത് കിട്ടാത്തതിനെ ഓർത്ത്, ഭാര്യയിൽ നിന്നും ആഗ്രഹിച്ചിട്ട് കിട്ടാത്തതിനെ ഓർത്ത് ഭർത്താവ് വിഷമിക്കുകയല്ല ചെയ്യേണ്ടത്. ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ ഏതാണ്ട് ഒരു 30% ഉള്ളൂ ഭാര്യയിൽ നിന്ന് ഭർത്താവിന് സ്നേഹം കിട്ടുന്നുള്ളൂ എങ്കിൽ കിട്ടാത്ത 70% നോക്കിയിട്ട് തരുന്നില്ലല്ലോ, എൻ്റെ ഭാര്യ ഇങ്ങനെയാണല്ലോ, അതുകൊണ്ട് ഈ ഭാര്യനേക്കാൾ ഭാര്യയിൽ നിന്ന് കിട്ടും, വേറെ എവിടെയെങ്കിലും കിട്ടുമോ, വേറെ ഏതെങ്കിലും സ്ത്രീയിൽ നിന്ന് കിട്ടുമോ എന്ന് വിചാരിച്ച് വേറെ ഏതെങ്കിലും സ്ത്രീയിൽ നിന്ന് കിട്ടാൻ വേണ്ടി പോയാൽ ഇതും കിട്ടിയല്ല അതും കിട്ടിയല്ല. ഹല്ലേലൂയ. അപ്പം എന്താ ഭർത്താവ് ചെയ്യേണ്ടത്? ഭർത്താവ് ഒരു സത്യം തിരിച്ചറിയേണ്ട സത്യം ഇതാണ്: എൻ്റെ ഭാര്യ എന്നെ എന്തോരം സ്നേഹിച്ചാലും എൻ്റെ മനസ്സിനെ 100% സ്നേഹം കൊണ്ട് നിറയ്ക്കാൻ പറ്റിയല്ല. പിന്നെ എത്രയാ? എൻ്റെ ഭാര്യയിൽ നിന്ന് എനിക്ക് 30% സ്നേഹം കിട്ടുന്നുണ്ട്. ഈ 30% സ്നേഹം കിട്ടുമ്പോൾ 70%-ന് കുറവ് എൻ്റെ മനസ്സിലുണ്ട്. അപ്പം എന്താണെന്നറിയോ? ഈ ഭാര്യ എനിക്ക് തരാത്ത 70% സ്നേഹം ഈ ഭാര്യനെ എനിക്ക് തന്ന എൻ്റെ കർത്താവ് തരും. പ്രൈസ് ദി ലോർഡ്. അപ്പോഴെന്നല്ലോ പിന്നെ ഭാര്യനെ ഡിപ്പെൻഡ് ചെയ്യാതെ ഭാര്യ തരുന്നത് 30 സ്വീകരിച്ചിട്ട് ഭാര്യയിൽ നിന്ന് കിട്ടാതെ പോകുന്ന 70% ഭാര്യനെ എനിക്ക് തന്ന എൻ്റെ കർത്താവ് തരുമെന്ന് ചിന്തിച്ച് ഈ ഭാര്യനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് ആ കർത്താവിൽ നിന്ന് 70% സ്വീകരിച്ച് കഴിയുമ്പോൾ ഭാര്യയിലൂടെ സ്നേഹം ഭർത്താവിൽ 100% നിറയും. ഹല്ലേലൂയ. എൻ്റെ പേര് ബാബു. ഞാൻ ബോംബെയിൽ നിന്നാണ് വരുന്നത്. ഞാനിപ്പോൾ 4-ാമത്തെ പ്രാവശ്യമാണ് ധ്യാനം കൂടുന്നത്. വളരെ നല്ല അനുഭവങ്ങളാണ് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നത്. എൻ്റെ കൈക്ക് വളരെ വർഷങ്ങളായിട്ടുള്ള വേദന ധ്യാനത്തിൻ്റെ അവസാന ദിവസം മാറിപ്പോയി. അതുപോലെ മദ്യപാനത്തിൻ്റെ ശീലം ഉണ്ടായിരുന്നു 10-30 വർഷമായിട്ടുള്ളത്. അതുപോലെ തന്നെ അത് മാറിപ്പോയി. പിന്നെ മദ്യം കഴിക്കണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ട് പോലുമില്ല. അതിനുശേഷം വേറെ 2 ഇൻസിഡൻറ്റ് വീട്ടിലുണ്ടായിരുന്നു. വെച്ചാൽ ഈ എൻ്റെ മോൻ ചെറിയ കുഞ്ഞായിരുന്നപ്പോൾ എപ്പോഴും ഇങ്ങനെ കട്ടിമന്ന് വീണുകൊണ്ടിരുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു അവന്. അപ്പോൾ അതിനുവേണ്ടി പല കാര്യങ്ങളും ചെയ്തു നോക്കിയിട്ടും അത് മാറാൻ പറ്റില്ല. വലിയ അപകടം പിടിച്ചൊരു പ്രതിസന്ധിയിലാണ് ഞങ്ങൾ നിന്നിരുന്നത്. അപ്പോൾ ആ സമയത്ത് ധ്യാനം കൂടിയതിന് ശേഷം അങ്ങനെ ഒരു പ്രശ്നം പിന്നീട് ഉണ്ടായില്ല. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 18-ാം അധ്യായം 35-ാം വചനം: അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. പ്രൈസ് ദി ലോർഡ്. ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുവാനായിട്ട് ഇടയാകുമ്പോൾ ആ വ്യക്തികളെല്ലാം ജീവിതത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വചനമാണ്: ദൈവത്തിൻ്റെ വാത്സല്യം എന്നെ വലിയവനാക്കി എന്ന്. ജീവിതത്തിലെ കഷ്ടതകളിലൂടെയും ദുഃഖങ്ങളിലൂടെയും വേദനകളിലൂടെയും കടന്നു പോകുന്ന നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ സാധ്യമാകുമ്പോൾ ഓരോ മനുഷ്യഹൃദയത്തിൽ നിന്നും കടന്നു വരുന്ന വചനമാണിത്. ദൈവത്തിൻ്റെ വലിയ സ്നേഹവും വാത്സല്യവും അവിടുന്ന് നൽകിയ രക്ഷയും സൗഖ്യവുമാണ് ഇന്ന് എൻ്റെ ജീവിതത്തിൽ വലിയ സന്തോഷത്തിന്
വളർച്ചയ്ക്ക് കാരണമായതേ എന്ന്. പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന ചിന്തയെ തീർച്ചയായിട്ടും ഇവിടെ അനുസ്മരിക്കുന്നത് നല്ലതാണ്. ആകയാൽ ദൈവത്തിൻ്റെ വാത്സല്യത്തെക്കുറിച്ചുള്ള നിരന്തരമായ ധ്യാനം ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ശില്പ, ഇതെൻ്റെ ഹസ്ബൻഡാണ്, എൻ്റെ കുട്ടികളാണ്. ഞങ്ങൾ എല്ലാ വർഷവും ഇവിടെ ധ്യാനം കൂടാറുള്ളതാണ്. അങ്ങനെ വർഷത്തിലൊരിക്കലും ഞങ്ങൾ ധ്യാനം കൂടുന്നത് വഴി ഞങ്ങളുടെ കുട്ടികളിൽ നല്ലൊരു വ്യത്യാസമൊക്കെ കാണാറുണ്ട്. നല്ല പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു അനുഭവമൊക്കെ കുട്ടികളിൽ ഉണ്ടാവാറുണ്ട്. അതുപോലെ ഞങ്ങളുടെ വീട്ടിലും അതുപോലെയുള്ള അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. ഓരോ വർഷം ധ്യാനം കൂടി പോകുമ്പോഴും ഞങ്ങൾക്ക് വളരെ സമാധാനമായിട്ടാണ് ഞങ്ങളിപ്പോൾ ജീവിക്കുന്നത്. ഇവിടുത്തെ ധ്യാനത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ഞങ്ങളതിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. യേശുവേ നന്ദി, യേശു സ്വസ്ത്രം. യേശു കർത്താവ് കുരിശുമ്മ കിടന്ന് അവസാനമായിട്ട് പിതാവിനോടൊരു ഡയലോഗ് നടത്തിയപ്പോ ആ ഡയലോഗിൽ പുള്ളി പറഞ്ഞത്, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ. എന്താ അങ്ങനെ ക്ഷമിക്കാൻ പറയാൻ കാരണം? ഇവര് ചെയ്യണത് എന്താന്ന് ഇവർക്കറിയുന്നില്ല. അതുകൊണ്ട് അവരെന്നെ കല്ലെറിയുന്നു, തുപ്പുന്നു, അവരെന്നെ കുന്തം കൊണ്ട് കുത്തുന്നു. എൻ്റെ ആണികൾ എൻ്റെ കൈത്തലത്തിലും കാൽത്തലത്തിലും എൻ്റെ വിലാവിലും ഒക്കെ കുത്തി പരിക്കേൽപ്പിക്കുന്നു, മുൾമുടി ചൂടിക്കുന്നു. അറിയുന്നില്ല പിതാവേ. അതുകൊണ്ട് അവരോട് ക്ഷമിക്കണം. കാനായിൽ വന്നപ്പോൾ എൻ ഹൃദയത്തിൽ ഇന്ന് കടന്നു വന്നിടണേ. അവരുടെ വീഞ്ഞ് തീർന്നു പോയി എന്ന് പുത്തനോടൊന്നു നീ ചൊല്ലിടണേ. എൻ്റെ പേര് അഖില, ഞാൻ കോട്ടയം ജില്ലയിൽ നിന്ന് വരുന്നു. ഈ ഒരാഴ്ചത്തെ ധ്യാനത്തിലൂടെ എനിക്ക് ഈശോനെ കൂടുതലായിട്ട് മനസ്സിലാക്കുവാനായിട്ടും വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചും ആ വചനം എങ്ങനെ പഠിക്കണം, എങ്ങനെ ബൈബിൾ വായിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് അറിവ് കിട്ടി. അതോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന കുറേ മാനസിക ബുദ്ധിമുട്ടുകൾ മാറുകയും നല്ലൊരു ദൈവിക അനുഭവം, നല്ല സന്തോഷമൊക്കെ തോന്നി. ദൈവം പുത്രനെ അയച്ചത് ലോകത്തെ രക്ഷിക്കാനാണ് എങ്കിൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവനെ നീതിയെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. നമ്മളിപ്പോൾ കുമ്പസാരിക്കുമ്പോൾ കുമ്പസാര കൂട്ടി ചെന്ന് പാവങ്ങൾ പറയുമ്പോൾ അച്ഛൻ പറയും ഒരു 3 അനുമതി പറഞ്ഞാൽ പറയും, അല്ലെങ്കിൽ 5 സ്വർഗസ്നായ പിതാവ്, അല്ലെ ഒരു കർണക്കൊന്തയൊക്കെ ചെല്ലാൻ പറഞ്ഞ് നമ്മളെ പറഞ്ഞു വിടും. എന്താ? സമാധാനത്തോടെ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ തെറ്റുകളെ, ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളെ പ്രതി അവഗണിക്കപ്പെടുക. കാരണം എന്താ? നീ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട വ്യക്തിയായതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് അനിൽ തോമസ് എന്നാണ്. എൻ്റെ വീട് പത്തനംതിട്ട ജില്ലയിലെ കടമ്മനിട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. മദ്യത്തിനും ഒക്കെ ഞാൻ അഡിക്റ്റ് ആയിരുന്നു. പക്ഷേ ഇവിടെ വന്ന് എനിക്ക് നട്ടലിനൊരു ക്ഷതമുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ധ്യാനത്തിൽ ഞാൻ സംബന്ധിച്ചു. കർത്താവ് 2 ആഴ്ച അടുപ്പിച്ച് ധ്യാനം കൂടി. കർത്താവ് ആ ധ്യാനത്തിൽ എനിക്ക് എൻ്റെ നട്ടലിൻ്റെ ക്ഷതമെല്ലാം എടുത്ത് മാറ്റി. ഒരു ട്രീറ്റ്മെൻറ്റ് പോലും ചെയ്യാതെ, ഒരു മരുന്ന് പോലും കഴിച്ചിട്ടില്ല. കഴിക്കാതെ തന്നെ ധ്യാനത്തിൽ പരിപൂർണ്ണ സൗഖ്യം എനിക്ക് കർത്താവ് തന്നു. അതിന് ശേഷം ഞാൻ കർത്താവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ചും കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് യാത്ര ചെയ്ത് പോകുന്നു. ഈ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് ജെറമിയായുടെ പുസ്തകം 23-ാം അധ്യായം 29
ജെറമിയ 23:29. എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ. ഈ വിശുദ്ധ ലിഖിതത്തെക്കുറിച്ച് കർത്താവ് പറയുകയാണ്. ഈ വിശുദ്ധ ലിഖിതം ദൈവത്തിൻ്റെ വാക്ക്, അത് അഗ്നി പോലെയല്ലേ, കൂടം പോലെയല്ലേ. എൻ്റെ പേര് ജോസഫ്. ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു. കുറച്ച് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ആയിട്ടായിരുന്നു ഇവിടെ എത്തിയത്. കുറച്ച് നിയോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ധ്യാനം കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും റെഡിയാവുന്ന ഒരു ആത്മവിശ്വാസം, നല്ലൊരു സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട്. ബത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം, യൂദയായി കതിരുവീശിയ പരമദീപം. പുറപ്പാട് പുസ്തകം പറയുന്നു, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന യഹോവയാണ്. ഒരിക്കല് 2 അന്ധന്മാർ യേശു കടന്നു പോകുമ്പോൾ ദാവീദിന്റെ പുത്ര യേശുവേ എന്ന് നിലവിളിച്ച് അവന്റെ പിന്നാലെ നടന്നു. യേശു ഒരു ഭവനത്തിലെത്തിയപ്പോൾ ഈ അന്ധന്മാരും അവിടെ എത്തി. യേശു അവരോടൊരു ചോദ്യം ചോദിച്ചു, എനിക്ക് നിങ്ങളെ സുഖപ്പെടുത്താൻ കഴിയും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതേ പ്രിയപ്പെട്ടവരെ, ഈ അൾത്താരയിൽ ഈ തിരുവോസ്തിയിൽ നിറഞ്ഞു നിൽക്കുന്ന യേശു നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: മകനെ, മകളെ, നിന്റെ രോഗമെന്ത് വേണേലാകട്ടെ, ഇപ്പോൾ എനിക്ക് നിന്നെ സുഖപ്പെടുത്താൻ കഴിയും എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഇറങ്ങി വരുന്ന സമയമാണ്. എല്ലാവരും സ്തുതിച്ചോ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കർത്താവിൻ്റെ വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്ന ഓരോ വ്യക്തികൾക്കും ഈശോ പരിശുദ്ധാത്മാവിനെ തരുന്നു. പരിശുദ്ധാത്മാവ് ശക്തിയുടെ ആത്മാവാണ്, ധൈര്യത്തിൻ്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിജയം തരുന്ന ആത്മാവാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള നാളുകളിലെല്ലാം ഈ ധ്യാനത്തിലൂടെ നമുക്ക് നല്ല ബോധ്യങ്ങൾ കിട്ടി. ഈ ബോധ്യം തുടർന്നുള്ള ജീവിതത്തിൽ നമ്മുടെ ഏത് ബലഹീനതകളിലും നമ്മളെ ശക്തിപ്പെടുത്താൻ ശക്തിയുടെ ആത്മാവ് നമ്മുടെ കൂടെയുണ്ട്. ഏതെല്ലാം ഭയപ്പെടുത്തുന്ന കാര്യങ്ങളിൽ ഒരിക്കലും ആ ഭയത്തിൻ്റെ അവസ്ഥ നമ്മളെ കീഴ്പ്പെടുത്താതിരിക്കാൻ ധൈര്യത്തിൻ്റെ ആത്മാവ് നമ്മളിലുണ്ട്. ഇനി ഒരിക്കലും നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ചും ഞാൻ പരാജയപ്പെടുവോ, ഞാൻ വിജയിക്കുമോ എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഏത് കാര്യത്തിലാണെങ്കിലും കർത്താവ് നിനക്ക് വിജയം തരും. എന്തെന്നാൽ വിജയത്തിൻ്റെ ആത്മാവിനെയാണ് കർത്താവ് നിനക്ക് തരുന്നിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മൾ ഓർപ്പിക്കുന്ന കാര്യം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 26-ാം തിരുവചനം യേശു പറഞ്ഞു, എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു തരും എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എന്ത് പറയണം, എന്ത് പറയരുത്, ഏത് വഴിയിലൂടെ പോകണം, ഏത് വഴിയിലൂടെ പോകരുത്, ഏതെല്ലാം വ്യക്തികളുമായിട്ട് കൂട്ടുകൂടണം, ഏതെല്ലാം വ്യക്തികളുമായിട്ട് കൂട്ടുകൂടരുത്. ഇതെല്ലാം ഇനിയുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മളെ പഠിപ്പിച്ചു തരും. അപ്പോൾ എല്ലാം പഠിപ്പിച്ചു തരുന്ന ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ് നയിക്കപ്പെടുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു ജീവിതമാകട്ടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നയിക്കപ്പെടുന്ന നിങ്ങളുടെ ജീവിതം കണ്ട് ഇനിയുള്ള നാളുകളിൽ
അനേകരെ നിങ്ങൾക്ക് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് ഓരോ ആഴ്ചയിലും വചനം കേൾക്കാനായിട്ട് പറഞ്ഞുവിടാനായിട്ട് സാധിക്കും. അങ്ങനെ പറഞ്ഞുവിടുന്ന വ്യക്തികളായി നമുക്ക് ഓരോരുത്തർക്കും മാറാം. അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെ സഹായിക്കും. എല്ലാവർക്കും എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു. പരിശുദ്ധാത്മാവ് ഓരോ കാര്യങ്ങളിലും നിങ്ങളെ സഹായിച്ച് നിങ്ങളെ വഴി നടത്തും. പ്രൈസ് ദി ലോർഡ്. ആമേൻ.